നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങൾക്കൊരു സെയിൽസ് ടീം ഉണ്ടാവും. അത് എത്ര ചെറുതോ വലുതോ ആയിക്കോട്ടെ, അതിനൊരു ഇൻസെൻറ്റീവ് സിസ്റ്റം, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് അറിയായിരിക്കുമല്ലോ. പല കമ്പനീസിനും ഇൻസെൻറ്റീവ് സിസ്റ്റം ഉണ്ട്, പക്ഷേ അത് ടീമിനെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ഗോൾസ് ഒക്കെ ഭയങ്കര സ്ട്രെച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ, ടീം അത് ഓക്കെ ഇൻസെൻറ്റീവ് സിസ്റ്റം ഉണ്ട്, ഒരു 20% അല്ലെങ്കിൽ മാക്സിമം 30% ആളുകൾ അതിൽ നിന്ന് ബെനിഫിറ്റഡ് ആവും. ആ സിസ്റ്റം അവരെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. എഫക്റ്റീവായിട്ട് ഒരു ഇൻസെൻറ്റീവ് സിസ്റ്റം എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം എന്നുള്ളത് ഒരു 3 ടിപ്സ് ഞാൻ ഷെയർ ചെയ്യാം. ഒന്ന്, പല ഇൻസെൻറ്റീവ് സിസ്റ്റംസും ഇപ്പോൾ റൺ ചെയ്യുന്നതും ഡിസൈൻ ചെയ്തിരിക്കുന്നതും റിസൾട്ടിൻ്റെ ബേസിസ് മാത്രമാണ്. അതായത് ഇത്രയും ടാർഗറ്റ് എത്തിയാൽ ഇത്ര എമൗണ്ട് യു ക്യാൻ ടേക്ക്. പക്ഷെ അങ്ങനെയല്ല, ഡെയിലി എഫേർട്ടിനെയും കൂടി നമ്മൾ ഇൻസെൻറ്റിവൈസ് ചെയ്യേണ്ടി വരും. ഡെയിലി എഫേർട്ട്, ഐ എം നോട്ട് സെയിങ് ഇപ്പം എസ്പെഷ്യലി മന്ത്ലി ടാർഗറ്റ്സും ഗോൾസും ഉള്ള സെയിൽസ് ടീംസ് ഒരു സെക്കൻഡ് ഹാഫ് ഓഫ് ദ മന്ത് ആണ് ആക്റ്റീവ് ആവുന്നത്. അങ്ങനെയല്ല, ആദ്യത്തെ ഡേ തന്നെ, ഫസ്റ്റ് വർക്കിംഗ് ഡേ മുതൽ ആക്റ്റീവ് ആവുന്ന തരത്തിലുള്ള ഒരു എഫേർട്ട് ബേസ്ഡ് സിസ്റ്റം ആയിരിക്കണം. രണ്ടാമത് ഡെഫിനറ്റ്ലി റിസൾട്ട് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം കൂടി ആയിരിക്കണം. മൂന്നാമത്തെ ഒരു ഫാക്ടർ ഹൈജീൻ ഫാക്ടർ, കളക്ഷൻസ്, ക്വാളിറ്റേറ്റീവ് വർക്ക്, റിപ്പോർട്ടിംഗ് ഓൺ ടൈം, റിലേഷൻഷിപ്പ് വിത്ത് ക്ലയൻസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഒന്ന് എഫേർട്ട്, സെക്കൻഡ് റിസൾട്ട്, തേർഡ് ക്വാളിറ്റി. ഇത്രയും മൂന്നും കൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ടീമിനെ എനർജൈസ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനും പറ്റുന്ന ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും.